ഹലോ. അപ്പോൾ ഇത് 16th ചാപ്റ്ററാണ്. 16th ചാപ്റ്ററിൻ്റെ പേരാണ് ജന്മദിവസ് പർ പേഡ് ലഗാവോ. ജന്മദിവസ് എന്ന് പറഞ്ഞാൽ പിറന്നാൾ അല്ലെങ്കിൽ ബർത്ത്ഡേ. അപ്പം നിങ്ങൾ ബർത്ത്ഡേക്ക് മരം പിടിപ്പിക്കൂ. പേടെന്ന് പറഞ്ഞാൽ മരമാണ്. അപ്പോൾ ഒരു ചെടി നട്ട് വളർത്തൂ അല്ലെങ്കിൽ ഒരു മരം വെക്കൂ. അതാണ് ഈ കവിതയുടെ അർത്ഥം. ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം. जन्मदिवस पर पेड़ लगाओ, हरा भरा संसार बसाओ. जन्मदिवस पर पेड़ लगाओ, हरियाली से खुशहाली, सुंदरता मन हरने वाली. पेड़ों और प्रकृति का नाता जैसे हो बच्चों की माता. फूल और फल तुम पाओ, जन्मदिवस पर पेड़ लगाओ. ജന്മദിവസ് പർ പേഡ് ലഗാവോ എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞു, നിങ്ങളുടെ ബർത്ത്ഡേൻ്റെ അന്ന് നിങ്ങളൊരു മരം പിടിപ്പിക്കൂ, ഒരു ചെടി നടൂ, നല്ല പച്ചപ്പുള്ളൊരു ലോകം ക്രിയേറ്റ് ചെയ്യൂ. അപ്പം നിറയെ മരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളൊക്കെ കാണാൻ എങ്ങനെയാ? നല്ല പച്ച കളർ തോന്നും അല്ലേ? നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങൾ നിങ്ങൾ ഉണ്ടാക്കൂ. ജന്മദിവസ് പർ പേഡ് ലഗാവോ, ബർത്ത്ഡേയുടെ അന്ന് ചെടി നടൂ. ഹരിയാലി സേ ഖുശാലി, അപ്പം നമ്മൾ ഈ ഗ്രീനറിയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം വരും. സുന്ദർദ മൻ ഹർനെ വാലി, അപ്പോൾ ചെടികളൊക്കെ നട്ട് നല്ല പച്ച നിറങ്ങളിലായി അതിൽ നിറയെ പൂക്കളും പഴങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ? അപ്പോൾ ഈ സുന്ദരത കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നിറയും, നമുക്ക് വളരെ സന്തോഷം തോന്നും. പേടോം ഓർ പ്രകൃതി കാ നാത്ത, മരങ്ങളുടെയും പ്രകൃതിയുടെയും, പ്രകൃതി എന്ന് പറഞ്ഞാൽ നേച്ചർ, അപ്പം മരങ്ങളുടെയും ഈ പ്രകൃതിയുടെയും ബന്ധം, അവരുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ ജേസേ ഹോ ബച്ചോം കി മാതാ, അമ്മയും കുഞ്ഞുങ്ങളും തമ്മിലുള്ള റിലേഷൻ പോലെയാണ്. അപ്പോൾ പ്രകൃതിയുടെയും മരത്തിൻ്റെയും റിലേഷൻ എങ്ങനെയാണ്? അമ്മയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള റിലേഷൻ പോലെയാണ്. ഫൂൽ ഓർ ഫൽ തും പാओ, നിങ്ങൾ മരം വെച്ച് പിടിപ്പിച്ചാൽ അല്ലെങ്കിൽ ചെടി നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് ഫൂൽ, പൂക്കളും, ഫൽ, പഴങ്ങളും കിട്ടും. ജന്മദിവസ് പർ പേഡ് ലഗാവോ, നിങ്ങളുടെ ബർത്ത്ഡേൻ്റെ അന്ന് നിങ്ങളൊരു ചെടി നടൂ, ഒരു മരം നട്ടു വളർത്തൂ. അപ്പം നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും, അതേപോലത്തെ ഈ ലോകത്തുള്ള എല്ലാവരും അവരവരുടെ ബർത്ത്ഡേക്ക് ഓരോ മരം വീതം നട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി കാണാൻ എന്ത് ഭംഗിയായിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ കവിത. നമുക്ക് എക്സസൈസിലേക്ക് പോവാം. ബാത്ചീത് കേ ലിയേ, ആപ് അപ്നാ ജന്മദിൻ കബ് മനാത്തെ ഹേ? എന്നാ നിങ്ങളുടെ ബർത്ത്ഡേ? അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ എന്നാണെന്ന് ഇവിടെ എഴുതാം. ആപ് അപ്നെ ജന്മദിൻ പർ ക്യാ ക്യാ കർത്തേ ഹേ? നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് ചെയ്യുക? നിങ്ങൾ സ്കൂളിൽ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും, പിന്നെ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യും, പുതിയ ഉടുപ്പിടും അല്ലേ? അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്ന് കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. കവിത में जन्मदिन पर क्या करने के लिए कहा गया है? ഈ കവിതയിൽ ബർത്ത്ഡേക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? മരം നട്ടുപിടിപ്പിക്കാനാണല്ലേ? അപ്പം ജന്മദിനത്തിന് മരം നട്ടുപിടിപ്പിക്കാനാണ് ഈ കവിതയിൽ പറയുന്നത്. क्या होता अगर सभी अपने जन्मदिन पर पेड़ लगाते? അപ്പോൾ എല്ലാവരും അവരവരുടെ ബർത്ത്ഡേക്ക് ഓരോ മരം വീതം നട്ടു വളർത്തിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ലോകം മുഴുവൻ നല്ല പച്ച ചെടികളും മരങ്ങളുമായിട്ട് നല്ല ഗ്രീനറി ഉണ്ടാകും. ക്യാ ഹോത്ത അഗർ സബി ജന്മദിവസ് പർ സ്വച്ഛതാ കെ കാര്യ കർത്തേ? ജന്മദിവസത്തിൽ സ്വച്ഛത എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ചെയ്യുക. എല്ലാവരും അവരവരുടെ ജന്മദിനത്തിന് വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എല്ലാവരും അവരവരുടെ വീടുകളും പരിസരവും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നല്ല വൃത്തിയുള്ളൊരു സ്ഥലമായി മാറും. खोजे जाने, पता कीजिए और लिखिए कि
ഇൻകാ ജന്മദിൻ കബ് ആത്താ ഹേ. ഇവിടെ തന്നിരിക്കുന്നത് ദാദാ, ദാദി, നാന, നാനി, ആപ്കെ ദോസ്ത്. നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ, അതായത് അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്, ഇവരുടെയൊക്കെ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിച്ച് മനസ്സിലാക്കി ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യാം. शब्दों का खेल. समान लय वाले शब्द खोज कर लिखिए. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ സെയിം സമാൻ ലയ് വാലെ ശബ്ദ, അതായത് തുക്ക് വാലെ ശബ്ദ, ഇതിൻ്റെ റൈമിംഗ് ആയിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം. എന്തൊക്കെയാണ് വേർഡ്സ്? ഫൽ, മാതാ, ഫൂൽ, ഹരിയാലി. അപ്പോൾ ഏകദേശം ഇതുപോലെ വരുന്ന വാക്കുകൾ കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൽ, പൽ, മാതാ, പിതാ, ഫൂൽ, ശൂൽ, हरियाली, दिवाली. सही शब्द से वाक्य पूरा कीजिए. ഓരോ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് മിസ്സിംഗ് വേർഡ്സും ഉണ്ട്. ആ വേർഡ്സ് നമ്മുടെ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വേർഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ ഗ്യാപ്സിൽ ഫില്ല് ചെയ്യണം. മാലി ने धरती में डैश बोया. മാലി മണ്ണിൽ എന്താണ് നട്ടിരിക്കുന്നത്? ബീജ്. ബീജ് എന്ന് പറഞ്ഞാൽ വിത്ത്. ബഡേ പ്യാർ സെ ഉസ്മേ ഡാഷ് ഡാല. ഭയങ്കര സ്നേഹത്തോടെ അതിൻ്റെ മുകളിൽ എന്തോ ഒഴിച്ചു. എന്താണത്? ജൽ. ഛോട്ടാസ നന്നാസ ഡാഷ് ആഗയാ. അപ്പോൾ വിത്ത് നട്ടിട്ട് അതിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഛോട്ടാസ നന്നാസ, ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡാഷ് ഉഗ് ആയ. പൗധ. പൗധ എന്ന് പറഞ്ഞാൽ ചെറിയ തൈ വന്നു, ചെറിയ കുഞ്ഞ് തൈ മുളച്ചു വന്നു. പേട് കെ നാം ഖോജ് കർ ലിഖിയേ. അപ്പോൾ ഇവിടെ കുറേ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൽ പല പല മരങ്ങളുടെ പേരുകൾ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമോ? ഒരു എക്സാമ്പിൾ കണ്ടോ? നീം. നീം എന്ന് പറഞ്ഞാൽ വേപ്പ് അല്ലേ? വേപ്പിൻ്റെ മരം. അതേപോലെ വേറെയും കുറേ മരങ്ങൾ ഇതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. 2-3 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബാക്കി നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കണം. നീം, ആം, പീപ്പിൾ, അശോക്. ആം, പീപ്പിൾ, അശോക്. ബാക്കിയുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. अपने घर के आसपास के 4 पेड़ों के नाम लिखिए. നിങ്ങൾ പറമ്പിലേക്ക് പോയി നോക്കിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു 4 മരത്തിൻ്റെ പേരുകൾ ഇവിടെ എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ആം, ആം കാ പേട്. ഇനി വാഴ ഉണ്ടെങ്കിലോ കേല കെ പേട്. ഇനി തെങ്ങുണ്ടെങ്കിലോ നാരിയൽ കാ പേട്. ഇനി പ്ലാവ് ഉണ്ടെങ്കിൽ കട്ഹൽ കാ പേട്. അങ്ങനെ ഏത് മരമാണോ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ളത് അത് നോക്കി ഈ ഒരു സ്ഥലത്ത് ഫില്ല് ചെയ്യുക. അപ്നി പസന്ദ് കെ കിസി ഫൂൽ കാ ചിത്ര ബനാക്കർ രംഗ് ഭരിയേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പൂക്കളുടെ ചിത്രങ്ങൾ ഈ ഒരു സ്പേസിൽ വരച്ചിട്ട് അതിന് നല്ല ഭംഗിയുള്ള കളറുകൾ കൊടുക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. കവിതയൊക്കെ എല്ലാവരും വായിച്ചു നോക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബായ്.